അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ, അവൻ്റെ പ്രത്യേക സൃഷ്ടികളായ പ്രത്യേകക്കാരായ അമ്പിയാക്കളെക്കുറിച്ചും മശായിഖന്മാർ ഔലിയാക്കളെക്കുറിച്ചൊക്കെ പറയുക എന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ. അമ്പിയാക്കളെക്കുറിച്ച് പറയലും സ്മരിക്കലും പാടലും എഴുതലൊക്കെ അത് ഇബാദത്തിൽപ്പെട്ടതാണ്. കേവലം നിസ്കാരമോ നോമ്പോ ഹജ്ജോ മാത്രമല്ല ഇബാദത്തുകൾ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെക്കുറിച്ച് പറയലും കേൾക്കലും ഒക്കെ ഇബാദത്തിൽപ്പെട്ടതാണ്. വദിക്റു സ്വാലിഹീന കഫാറത്തു ദുനൂബ്. മശായിഖന്മാർ ഔലിയാക്കളെക്കുറിച്ചൊക്കെ പറയലും പാടലും എഴുതലും കേൾക്കലൊക്കെ മനുഷ്യ സഹജമായ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുള്ള കാരണമാണ്. അഥവാ മഹത്തുക്കളെക്കുറിച്ച്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശായിഖന്മാരെക്കുറിച്ചൊക്കെ പറയൽ ഇബാദത്തുമാണ്. നമ്മുടെ തെറ്റുകളെല്ലാം അത് കാരണം പൊറുക്കപ്പെടുകയും അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കർമ്മങ്ങളും കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇബാദത്തും ഈ ഒരു കഫാറത്ത് ദുനൂബും കിട്ടുവാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും ജീവിച്ച മശായിഖന്മാരെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചും മഹത്തുക്കളെക്കുറിച്ചൊക്കെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കനത്ത രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശൈഖുൽ മശായിഖ് സയ്യിദുന മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുള്ള വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ അവർ മടവൂർ ശൈഖിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അവിടുത്തെ ബഹുമാനങ്ങളും മഹത്വങ്ങളും പറയാറുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലും അറബിയിലും പല രചനകളും നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ടൊരു രചനയാണ് എൻ്റെ മുമ്പിലുള്ളത്. അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. 100-ലധികം പേജുകളിലുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ അവതാരിക എഴുതിയത് വന്ദ്യരായ കാന്തപുരം ഉസ്താദാണ്. ഉസ്താദ് തന്നെ ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ സക്കാ നുഫൂസൽ ഔലിയാഇ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വഅലാ ആലിഹി വഅസ്വാജിഹി വഅസ്ഹാബിഹി വഅഹ്ബാബിഹി വലസ്വിയാ. ബിസ്മി ഹംദ് സ്വലാത്തുകൾ ചൊല്ലുകയാണ്, പറയുകയാണ് ഉസ്താദ്. അതിൽ തന്നെ ബറാഅത്തുൽ ഇസ്തിഹ്ലാലുണ്ട്. എന്താണ് ഉസ്താദ് പറയുന്നത്? അമ്മാ ബഅദു ഫഖദ് ഖറഅതു ഹാദിഹി സ്വഫഹാത്തിൽ മുബാറക്ക. ഈ ബർക്കത്താക്കപ്പെട്ട പേജുകളെല്ലാം ഞാൻ പാരായണം ചെയ്തു. ഫീ മദഹി സയ്യിദി വ ശൈഖി അൽ ഖുത്ബി റബ്ബാനി റഈസി സാഹിദീൻ മുഹമ്മദ് അബീബക്രിൽ മദവൂരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ഇതാരുടെ മദഹിൽ രചിക്കപ്പെട്ടതാണ്? സയ്യിദി വ ശൈഖി, എൻ്റെ എല്ലാമെല്ലാമായ, എൻ്റെ അവലംബമായ, എൻ്റെ ശൈഖായ, അൽ ഖുത്ബി റബ്ബാനിയായ, റഈസുസാഹിദീനായ ഷെയ്ഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മദ്ഹാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അല്ലദീ കാന മിൻ കിബാരി ഔലിയായി കേരള ഫി അവാഇലി ഹാദൽ ഖർനിൽ ഹിജ്രി. ഈ കാലഘട്ടത്തിലെ കേരളത്തിലെ അത്യുന്നതരായ മശായിഖന്മാരിൽപ്പെട്ട വലിയൊരു മഹാമനീഷിയാണ് ഷെയ്ഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. അങ്ങനെ വലിയ ബഹുമാനങ്ങളൊക്കെ ഈ മൗലിദ് ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വന്ദ്യരായ ഉസ്താദ് പറയുന്നുണ്ട്, തുഖറ, ഈ മൗലിദ് ഗ്രന്ഥം അഥവാ മടവൂർ ശൈഖിനെക്കുറിച്ച് അവിടുത്തെ മദ്ഹുകളും മഹത്വങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഈ ഗ്രന്ഥം ഓതണം. ഫിൽ ബുയൂത്തി വൽ മജാലിസി, സർവ്വ വീടുകളിലും എല്ലാ സദസ്സുകളിലും അവരുടെ ഈ മദ്ഹ് ഓതണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ മടവൂർ ശൈഖിനെ സംബന്ധിച്ച് ഇതിൻ്റെ പേര് തന്നെ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി എന്നാണ്. മടവൂർ ശൈഖിനെ സംബന്ധിച്ച് അൽ ഗൗസ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ 100-ലധികം പേജുകളിലും അവരെ സംബന്ധിച്ച് ഖുതുബുൽ ആലം, ഖുതുബുൽ അഖ്താബ്,
മുദബ്ബിറുൽ ആലം, അൽ ഗൗസ് മടവൂർ, ഷെയ്ഖുൽ മശായിഖ് മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് എന്നീ അൽഖാബ് മഹത്തമാക്കപ്പെട്ട പേരുകളാണ് ഈ കിതാബിൽ ഏറ്റവും കൂടുതലായി കൊടുത്തിട്ടുള്ളത്. കൂടുതലും അൽ ഗൗസ് എന്ന നാമമാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഖുതുബുൽ ആലം എന്ന പേരും. മാഷാ അല്ലാഹ്, ഇതിൽ വലിയൊരു ചരിത്രം കാണാം. ഈ ഗ്രന്ഥകാരൻ മുഅല്ലിഫ് പറയുന്നുണ്ട്, മടവൂർ ശൈഖുന എന്ന് പറഞ്ഞാൽ തംകീനും അതുപോലെ തസ്രീഫും ഉള്ളവരാണ്. എന്താണ് തംകീന് തസ്രീഫ് എന്ന് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നു, വദു തസ്രീഫി മൻ ലൗ ഖാല ലി ഷൈഇൻ കുൻ ലക്കാന. തസ്രീഫുള്ള ആളെന്ന് പറഞ്ഞാൽ അവരൊരു വസ്തുവിനോട് കുൻ, അങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ ലക്കാന, അത് അങ്ങനെ തന്നെ ആവും. കുൻ ഫയക്കൂൻ. രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാവുകയില്ല. ഒരു കാര്യം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകും. അഥവാ തസറുഫാത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അംഗീകാരം കൊടുത്ത അത്യുന്നതരായ മശായിഖന്മാരിൽ പെട്ടവരാണ് സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഖാലലി മുദരിസുൻ. ഈ ഗ്രന്ഥത്തിൻ്റെ മുഅല്ലിഫ് ഗ്രന്ഥകാരൻ പറയുകയാണ്, എന്നോട് ഒരു മുദരിസ് അഥവാ ദർസ് നടത്തുന്ന ഒരു മതപണ്ഡിതൻ പറഞ്ഞു, കാന യഅ്തിൽ ഗൗസ കസീറ. ആ മുദരിസ് അൽ ഗൗസായ സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കൽ ധാരാളം തവണ പോകാറുണ്ട്. എന്താണ് ആ മുദരിസ് പറഞ്ഞത്? ഖാല ലഹു അന അഖൂലു അൻക. ആ മുദരിസ് ഒരിക്കൽ ഖുതുബുൽ ആലം സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയെക്കുറിച്ച് പറയാറുണ്ട് ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ഞാൻ അവിടത്തെക്കുറിച്ച് ഖുതുബുൽ അഖ്താബ് എന്ന് പറയാറുണ്ട്, മുദബ്ബിറുൽ ആലം എന്ന് പറയാറുണ്ട്. ഫ അബാന. അപ്പോൾ മടവൂർ ശൈഖ് തങ്ങൾ ഈ വന്ന മുദരിസിനോട് പറഞ്ഞു, ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സുദി. മങ്കൂസ് മൗലിദിലെ അവസാന ഭാഗത്ത് പറയുന്ന ബെയ്ത്തുകളിൽപ്പെട്ട മിസ്റാഹ് സാനിയാണിത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഖുതുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാലും മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാലും ഞാൻ അതൊക്കെ ഉള്ളതാണ്, അതോടൊപ്പം അതിലും എത്രയോ ഉന്നത സ്ഥാനത്തുള്ളവരാണ് ഞാൻ എന്നാണ് ഈ മുദരിസിനോട് പറഞ്ഞത് എന്നാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഈ ഗ്രന്ഥകാരൻ പറയുന്നത് എന്താണ്? വഖാല ലീ മുദരിസുൻ എന്നാണ്. എന്നോട് ഒരു മുദരിസ് പറഞ്ഞു. എന്നാൽ ഈ മുദരിസ് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ എനിക്കും പറയാം, വഖാല ലീ മുദരിസുൻ. ഞാനൊരിക്കലും ഈ മുദരിസിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ദർസിൽ കിതാബ് ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിൽ തഫ്സീറിൻ്റെ ഗ്രന്ഥം ഓതുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കണ്ടു, ഇന്നല്ലാഹ യഹ്ഫദുൽ ആലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം പരിപാലിക്കുന്നത്, തദ്ബീർ ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ അൽ ഖുതുബിനെ കൊണ്ടാണ് എന്ന്. ഒരു കാലഘട്ടത്തിലെ ഔലിയാക്കളിൽ മശായിഖന്മാരിൽ അത്യുന്നതരാണ് അൽ ഖുതുബ്. ഖുതുബുകൾ ഒരുപാടുണ്ട്. ഇളാഫിയ ഖുതുബുണ്ട്, അലിഫ്ലാമുള്ള ഖുതുബുണ്ട്. ഇളാഫിയ ഖുതുബിനെക്കാട്ടിലും വലിയ ബഹുമാനം, വലിയ സ്ഥാനം അലിഫ്ലാമുള്ള ഖുതുബിനാണ്. അൽ ഖുതുബിനെ കൊണ്ടാണ്, അൽ ഖുതുബ് മുഖേനയാണ് അല്ലാഹു തആല ആലം തദ്ബീർ ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം ഒരു തഫ്സീറിൻ്റെ കിതാബിൽ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു, ആ അൽ ഖുതുബ്, ഈ കാലഘട്ടത്തിൽ ആ അൽ ഖുതുബ് അത് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളാണ്. അവർ ഖുതുബുൽ അഖ്താബാണ്, അവർ മുദബ്ബിറുൽ ആലമാണ് എന്ന് ഇദ്ദേഹം പറയാറുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തിരു ഹദറത്തിൽ ചെന്നപ്പോൾ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളോട് പറഞ്ഞു, ഞാൻ അങ്ങയെക്കുറിച്ച് ഖുതുബുൽ അഖ്താബ് എന്നും മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സുദി. ഞാൻ അതൊക്കെ തന്നെയാണ്, ഖുതുബുൽ അഖ്താബാണ് ഞാൻ, ആലം തദ്ബീർ ചെയ്യുന്ന ആളാണ് ഞാൻ, എന്നാൽ അതിലും എത്രയോ ഉന്നത സ്ഥാനത്തുള്ളവരാണ് ഞാൻ എന്നാണ് ഖുതുബുൽ ആലം ഷെയ്ഖുൽ മശായിഖ് സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ എന്നോട് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ആ മുദരിസ് എന്നോട് നേരിട്ട് പറഞ്ഞു. മാഷാ അല്ലാഹ്, അങ്ങനെ ആലം തദ്ബീർ ചെയ്യുന്ന
അത്യുന്നതരായ ഔലിയാക്കളിൽ മശായിഖന്മാരിൽ പെട്ടവരാണ് അല്ലാഹു തആല നമുക്ക് അനുഗ്രഹമായി തന്ന, റഹ്മത്തായി തന്ന, വരദാനമായി തന്ന മാണിക്യക്കല്ലായ സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. പരിശുദ്ധ ഖുർആനിൽ കാണാം യുദബ്ബിറുൽ അംറ, ആലം ലോകത്തെ തദ്ബീർ ചെയ്യുന്നത് അല്ലാഹു തആലയാണ്. അതേ ഖുർആനിൽ തന്നെ കാണാം ഫൽ മുദബ്ബിറാത്തി അംറ, ലോകങ്ങളെ തദ്ബീർ ചെയ്യുന്നത് അവൻ്റെ മുദബ്ബിറീങ്ങളായ ഔലിയാക്കളും മശായിഖന്മാരുമാണ്. ഒന്ന് ബിദ്ദാത്താണ്, മറ്റൊന്ന് ബിത്തബഅണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് റഊഫാണ്, റഹീമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ ഖുർആൻ തന്നെ തൗബ സൂറത്തിൽ കാണാം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ അസ്മായിൽപ്പെട്ട 2 ഇസ്മുകളാണ് റഊഫ്, റഹീം. അള്ളാഹ് റഹീമാണ്, അള്ളാഹ് റഊഫാണ്. അത് ബിദ്ദാത്ത്, അള്ളാഹ് റഊഫാണ്, റഹീമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും റഊഫാണ്, റഹീമാണ്. അത് ബിത്തബഅണ്. ഒന്നുള്ള ദാത്തിയായിട്ട് തന്നെ അള്ളാഹ്ക്ക് റഊഫുർ റഹീമാണ്, മറ്റ് അല്ലാഹു തആല കൊടുക്കുന്നത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഊഫാണ്, റഹീമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ റഊഫും റഹീമുമാക്കി. അതുപോലെ യുദബ്ബിറുൽ അംറ, അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, എല്ലാ കൈകാര്യങ്ങളും ചെയ്യുന്നത്. അത് ബിദ്ദാത്താണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മശായിഖന്മാരും മുദബ്ബിരീങ്ങളാണ്. ബിത്തബഅ, അള്ളാഹു അവർക്ക് അധികാരം കൊടുത്തു. അള്ളാഹു കൊടുക്കുന്ന തദ്ബീർ കൊണ്ട് അവർ ലോകം പരിപാലിക്കുന്നു. മുദബ്ബിറുൻ കുറേ മുദബ്ബിരീങ്ങൾ കൂടിയതാണ് ഫൽ മുദബ്ബിറാത്തി അംറ. അപ്പോൾ സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ മുദബ്ബിരീങ്ങളിൽ ഈ കാലഘട്ടത്തിൽപ്പെട്ട മുദബ്ബിറാണ് ഞാൻ എന്നാണ് മടവൂർ ശൈഖുന പറഞ്ഞത്. ഈ കണ്ണുകളടഞ്ഞാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും, ഈ കണ്ണുകളടഞ്ഞാൽ കപ്പലുകൾ കൂട്ടിമുട്ടും എന്ന് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ പറഞ്ഞത് നേരിട്ട് കേട്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് തദ്ബീറാണ്. ഓരോ കാലഘട്ടത്തിലും അല്ലാഹു തആല മുദബ്ബിരീങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ കാലഘട്ടത്തിലെ മുദബ്ബിർ അവരായിരുന്നു. ഫൽ മുദബ്ബിറാത്തി അംറ. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞത് ഇശാറത്തുൻ ഇലാ അൻ ആഖിറ മറാത്തിബിൽ ബശരിയത്തി മുത്തസിലത്തുൻ ബി അവ്വലി ദറജാത്തിൽ മലക്കിയ ഫലമ്മ ഇൻതഹത്തിൽ അർവാഹുൽ ബശരിയ ഇലാ അഖ്സാ ഗായാതിഹാ വഹിയ മർതബത്തു സബ്ഖ് ഇത്തസലത് ബി ആലമിൽ മലായിക വഹുവൽ മുറാദു മിൻ ഖൗലിഹി ഫൽ മുദബ്ബിറാത്തി അംറ. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ ഔലിയാക്കളും മശായിഖന്മാരുമാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തൻ്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത്. ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ ഒരു വെള്ളിയാഴ്ച രാവ് മടവൂർ ശൈഖുന അവിടെ ഉള്ള സമയത്ത് തന്നെ പല മജ്ലിസുകളും നടക്കാറുണ്ട്. അതിൽപ്പെട്ടൊരു മജ്ലിസ് വെള്ളിയാഴ്ച രാവിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാത്തിഹ വിളിക്കുന്നുണ്ട്, അമ്പിയാക്കളെ പേര് വിളിക്കുന്നുണ്ട്, ഔലിയാക്കൾ മശായിഖന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ വിളിക്കുന്നുണ്ട്. ആ വീട്ടുകാരനായ അഹമ്മദ് കുട്ടി മൂപ്പൻ്റെ മൂത്ത മകനായ ബാവുവാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാവു ദർസിലൊക്കെ കിതാബ് ഓതി പഠിച്ച ആളാണ്. ഒരുപാട് ഫാത്തിഹ ഓതി, 200-ലധികം ഫാത്തിഹ കവിഞ്ഞു. അങ്ങനെ ശൈഖുൽ മശായിഖ് മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ ബാവുവിനെ വിളിച്ചിട്ട് അത് 21 ഫാത്തിഹയായി ചുരുക്കുവാൻ പറഞ്ഞു. അതിലാദ്യത്തെ ഫാത്തിഹ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിലാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അതിൽ ഫാത്തിഹയുണ്ട്. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിഹയുണ്ട്, റിഫായി ശൈഖിനുണ്ട്. ഇതൊക്കെ അവരെ പേര് മാത്രമല്ല, അവരെ വലിയ വലിയ അൽഖാബുകളൊക്കെ പറഞ്ഞിട്ടാണ് മടവൂർ ശൈഖ് ആ പേര് പറഞ്ഞു കൊടുക്കുന്നത്. ആ 21 പേരിലും അവരെ വലിയ വലിയ പേരുകൾ അൽഖാബ് പറയുന്നുണ്ട്. അതൊക്കെ മടവൂർ ശൈഖുന തന്നെ പറഞ്ഞു കൊടുത്തതാണ്.
എന്നിട്ട് പറഞ്ഞു 21 ഫാത്തിഹയും നിങ്ങൾ ഓതിയാൽ ലോകത്ത് കഴിഞ്ഞു പോയ ഇപ്പോൾ ഉള്ള വരാൻ പോകുന്ന എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ മശൈഖന്മാരുടെ മേലേക്കും ഫാത്തിഹ ഓതിയ മാതിരിയാണ്. അതിൽ 21ാമത്തെ ഫാത്തിഹ അവിടുന്ന് പറഞ്ഞത് ഖുതുബുൽ ആലം റഈസു സാഹിദീൻ ശൈഖുൽ മശാരിഖ് വൽ അർള് ഇലാ മഗാരിബിഹ അശ്ശൈഖ് മുഹമ്മദ് അബീബക്കർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഖാസത്തൻ അൽ ഫാത്തിഹ. ഖുതുബുൽ ആലമാണ്, റഈസു സാഹിദീനാണ്. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ തന്നെ മുദബ്ബിറുൽ ആലമിൻ്റെ മാനയിലാണ് വരിക. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഞാൻ തദ്ബീറുൽ ആലമിൽ പെട്ടവരാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മാത്രമല്ല ശൈഖുൽ മശാരിഖ് വൽ അർദി, ഞാൻ എല്ലാവരുടെയും ശൈഖാണ്. ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ പല തവണ, ഒരുപാട് തവണ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗൗസാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുത്ബാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വലിയ വലിയ ശൈഖുൽ മശായിഖാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ നാമങ്ങൾ, അവരുടെ സ്ഥാനങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നത് തന്നെ ഇത്തരം മഹാമനീഷികളിലൂടെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റൂഹിനെ പിടിക്കുന്നത് അസ്രായിൽ അലൈഹിസ്സലാമാണ്, പക്ഷേ റൂഹിനെ പിടിക്കുന്ന അല്ലാഹു തആല തന്നെയാണ്. ഇത് രണ്ടും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്തതാണ്, അതും ഒരു തദ്ബീറാണ്. അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തതാണ് അസ്രായിൽ അലൈഹിസ്സലാമിന് ആ തദ്ബീർ. ഇത് തന്നെയാണ് മശായിഖന്മാരിലുമുള്ളത്, അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അനിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അബ്ദാലു 40 റജുല. അബ്ദാലിങ്ങൾ 40 പേരാണ്. യഹ്ഫളുല്ലാഹു ബിഹിമുൽ അർള, അവരെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പരിപാലിക്കുന്നതും ഭൂമിയെ തദ്ബീർ ചെയ്യുന്നതും. കുല്ലമാ മാത റജുലിൻ, അബ്ദാലിങ്ങളിൽപ്പെട്ട ഒരാൾ വഫാത്തായാൽ അബ്ദലല്ലാഹു മക്കാനഹു ആഖറ, ആ സ്ഥാനത്തേക്ക് വേറെ ഒരാൾ അല്ലാഹു തിരഞ്ഞെടുത്ത് നിർത്തി ഈ ഭൂമിയുടെ തദ്ബീർ ഏൽപ്പിക്കും. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും തദ്ബീർ ചെയ്യുന്ന ഔലിയാക്കളും മശായിഖന്മാരുമുണ്ട്. അവരുടെ വാക്കുകളിൽപ്പെട്ടതാണ് ഈ കണ്ണുകളടഞ്ഞാൽ ട്രെയിനുകൾ കൂട്ടിമുട്ടും, ഈ കണ്ണുകളടഞ്ഞാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും, ഈ കണ്ണുകളടഞ്ഞാൽ കപ്പലുകൾ കൂട്ടിമുട്ടും എന്നു പറഞ്ഞാൽ ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട തദ്ബീർ ഇല്ലായിരുന്നുവെങ്കിൽ ആലമിൻ്റെ സ്ഥിതിയാകെ വശലാകുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം മശായിഖന്മാർ ഔലിയാക്കൾ നമുക്ക് റഹ്മത്താണ്, അവർ കാരുണ്യവാന്മാരാണ്. അത്തരം കാരുണ്യവാന്മാരിൽപ്പെട്ട അത്യുന്നതരായ മഹാമനീഷിയാണ്, കാരുണ്യവരാണ്, മാണിക്യക്കല്ലാണ് ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ആ മുത്തിൻ്റെ ചരിത്രം പറയാനും കേൾക്കുവാനും ആ മുത്തിനെക്കുറിച്ച് ധാരാളം പറയുവാനും കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വാരിക്കോരി തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.